ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇനി മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 കൺസെപ്റ്റ് ആണ് വരുന്നത്. അഫ പ്രിൻസിപ്പിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ദെൻ നെക്സ്റ്റ് ഹൺസ് റൂൾ. കേട്ടോ നോക്കാം. അപ്പോ ലാസ്റ്റത്തെ 3 കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഫ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ. കേട്ടോ ഓർത്ത് നോക്കാം. ദെൻ ഇത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ തീരും. ദെൻ ഇതിന്റെ ക്വസ്റ്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റൻസും ദെൻ നമ്മൾ തന്നേക്കുന്ന അതിലെ ക്വസ്റ്റൻസും നമുക്ക് ആദ്യം പെട്ടെന്ന് കവർ ചെയ്ത് പോകണം. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ കൺസെപ്റ്റ് ആകും. അപ്പോ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. കേട്ടോ ഓർത്ത് പോളി കേട്ടോ, PAULI, കേട്ടോ, PAULI, പോളി എക്സ്ക്ലൂഷൻ, EXCLUSION, എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സയന്റിസ്റ്റിന്റെ പേര് കേട്ടോ ഓർത്ത് വെക്കാം. അടുത്ത ലൈനിൽ എഴുതി വെക്കാം ഡെഫിനിഷൻ ആയിട്ട്. According to this principle, hyphen, no 2 electron in an atom. According to this principle, hyphen, no 2 electrons in an atom. No 2 electrons in an atom can have the same set of 4 quantum numbers. Same set of 4 quantum numbers. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. കേട്ടോ ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ തന്നെ വേറൊരു വ്യൂ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അടുത്ത ലൈനിൽ എഴുതി വെക്കുക. നെക്സ്റ്റ്, only two electrons may exist in the same orbital. Only 2 electrons may exist in the same orbital. And these electrons must have opposite spin. These electrons must have opposite spin. ഓക്കെ ആണോ? ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനി അത് എങ്ങനെ വന്നു, എന്താണ് എന്നുള്ളത് നമുക്ക് ഓർത്ത് നോക്കാം. അല്ല, രണ്ട് സ്റ്റേറ്റ്മെന്റ് കേട്ടോ ഓർത്ത് നോക്കാം. രണ്ടും 2 സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. നമുക്ക് നോക്കാം. ഹീലിയം ആറ്റമിക് നമ്പർ 2 അല്ലേ? ഇത് നോക്കാം. ഹീലിയം 2 ആറ്റമിക് നമ്പർ 2 ആയിട്ടുള്ള ഹീലിയം എന്ന് പറയുമ്പോൾ അതിനാകെ ഇലക്ട്രോൺ 1s2 നമുക്കറിയാം. അപ്പൊ ഇതിൽ അല്ലെ 1s2 അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ ഒരു ബോക്സ് ആണ്. 2 ഇലക്ട്രോൺസ് വരണം. ഫസ്റ്റ് ഇലക്ട്രോൺ ഓൾവേസ് എന്തായിരിക്കും? ക്ലോക്ക് വൈസ്. സെക്കൻഡ് ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ്. ഇതാണ് പോളി പറഞ്ഞത്. ഇനി നോക്കിയേ ഈ സ്റ്റേറ്റ്മെന്റ് 2 ഇലക്ട്രോൺ അല്ലെ. ഞാൻ ഓർബിറ്റൽ എന്തായിരുന്നു ആക്ച്വലി? മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. ഇത്രേ ഉള്ളൂ. ഈ റൂൾ ഉണ്ടാക്കിയത് പോളിയാണ്. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ റൂൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരിക്കലും വരക്കാൻ പാടില്ല. ഓർത്തു നോക്കാം. ഇങ്ങനെ വരക്കാൻ പാടില്ല. ഇത് റോങ് ആണ്, ഇത് റൈറ്റ് ആണ് ആക്ച്വലി. ഇതാണ് പോളി പറഞ്ഞത്. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്തായിരുന്നു? 4 ക്വാണ്ടം നമ്പേഴ്സ് ഒബേ ചെയ്യില്ല. ഇതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. N എത്രയാണ്? N2 ആണ്. നല്ല വെച്ചിട്ട് പറഞ്ഞു. N1 ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മളെ പിക്ചറൊക്കെ വരച്ചതല്ലേ? അപ്പൊ ഈ 1 എന്നൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതാണ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. ഇവിടെ 5 ആണെങ്കിൽ എന്തായിരിക്കും? കേട്ടോ, അത് തെറ്റിക്കരുത്. ഓക്കെ. അപ്പൊ
അപ്പോൾ ഇവിടുത്തെ n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 1. അടുത്ത ആൾ പറ, ഇതിൽ L എത്രയാണ്? L0, കാരണം S ആണ് ഉണ്ടോ, അയാൾ പറഞ്ഞ S ആണ്, S ആയതുകൊണ്ട് അത് 0. ഇത് P ആയിരുന്നു വെച്ചെങ്കിൽ അയാൾ 1 കൊടുത്താനെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആൾ പറയണം ഇതിന്റെ M എത്രയാണ്? കേട്ടോ, എല്ലും എമ്മും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? കിട്ടിയില്ലെങ്കിൽ പറഞ്ഞുതരാം, ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലും എമ്മും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? M ഈക്വൽ ടു എന്തായിരുന്നു? എന്ന് പറയുമ്പോ എന്തായിരിക്കും -L ടു 0 ടു +L കേട്ടോ. എമ്മും എല്ലും തമ്മിലുള്ള റിലേഷൻ എന്താ എന്ന് പറഞ്ഞു നോക്കിയേ. -L ടു 0 ടു +L അല്ലെ. ഇവിടെ ഇത് 0 ആണെങ്കിൽ പിന്നെ -L എന്ന് പറഞ്ഞാൽ -0 എന്ന് കൊടുക്കണ്ടാവുമല്ലോ, 0 തന്നെ ആയിരിക്കും ഉണ്ടോ. ഓക്കെ, ഇത് എമ്മും 0 ആണ്. ഇനി S എന്തായിരിക്കും? ഫസ്റ്റ് ഇലക്ട്രോൺ S എന്തായിരിക്കും? ഫസ്റ്റ് ഇലക്ട്രോൺ S എന്തായിരിക്കും? എന്ത്? +12 അല്ലെ. ക്രിസ് പറഞ്ഞേ അടുത്ത ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ഹാഫ്. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അല്ലെ? 2 electrons in an orbital എന്തായിരിക്കും അല്ലെ? സെയിം ക്വാണ്ടം നമ്പർ വരുമോ? എവിടെയാ ഡിഫറെന്റ് വരിക? സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇത് മൂന്നെണ്ണം സെയിം ആയിരിക്കും. ഈ ബോക്സിനകത്ത് ഒരു ചെറിയൊരു ബോക്സിനകത്ത് 2 electrons വന്നാൽ അതിന്റെ സ്പിൻ ക്വാണ്ടം നമ്പർ ഓൾവേസ് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓക്കെ അല്ലേ? എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഇതുപോലെ എഴുതി വെക്കാം. ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് എക്സാമ്പിൾ ഹീലിയം ആറ്റമിക് നമ്പർ 2 1s2 ഒരെണ്ണം ക്ലോക്ക് വൈസ്, മറ്റേത് ആന്റി ക്ലോക്ക് വൈസ്. ഇതുപോലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതണം. നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവണം കേട്ടോ. ഓക്കെ, ഓൺലൈനിലുള്ള ആള് ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. ഓക്കെ ചോദിക്കൂട്ടോ. Then ആണ് ഹൺസ് റൂൾ. നെക്സ്റ്റ് ഹൺസ് റൂൾ, HUNDS, HUNDS, ഹൺസ് റൂൾ. നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. ഹൺസ് റൂൾ, HUNDS, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. Hund's rule of maximum multiplicity. First point എഴുതി വെക്കാം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. It state that pairing of electron. It state that the pairing of electron. It states that pairing of electrons. Pairing of electrons in the orbitals. In the orbitals belonging to the same subshell, belonging to the same subshell, belonging to the same subshell. ബ്രാക്കറ്റിൽ എഴുതണം P, D or F. S നെ ഇൻക്ലൂഡ് ചെയ്യണ്ട അല്ലെ. P, D or F. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. Does not take place until each orbital belonging to that subshell has got one electron each. Has got one electron each. Has got one electron each. That is, it is singly occupied. That is, it is singly occupied. That is, it is singly occupied. Okay. ആ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഓർത്തു നോക്കാം,
പെയറിംഗ് ആണ് ആക്ച്വലി. ആ വേർഡിൽ രണ്ടു മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഇത് വരുന്നത് പെയറിംഗ് അല്ലെ. ആ പെയറിംഗ് നടക്കുന്നത് ഫസ്റ്റ് എന്താണ്, ഈച്ച് ഓർബിറ്റൽ ബിലോങ് ടു സബ്ഷെല്ലാസ് വിത്ത് 1 ഇലക്ട്രോൺ ഈച്ച് അല്ലെ. ആ 1 ഇലക്ട്രോൺ ഈച്ച് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് 1 ഇലക്ട്രോൺ ഈച്ച് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ അത് എഴുതി വെച്ചേക്കുന്നതിന്റെ റിലവൻസ് നോക്കാം ക്ലിയർ ആയിട്ട്. നൈട്രജൻ ആറ്റമിക് നമ്പർ, നൈട്രജൻ ക്രിസ് എത്രയായിരുന്നു നൈട്രജൻ? 14 ആറ്റമിക് നമ്പർ ഓർ മാസ് നമ്പർ? 7 അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ എഴുതുമ്പോ എങ്ങനെ എഴുതും അമൻ? കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു എങ്ങനെ എഴുതും നമ്മൾ അഫ്വ പ്രിൻസിപ്പിൾ അനുസരിച്ച്? 7 ആണ്. അപ്പൊ ആദ്യം 1 2 പിന്നെന്ത് എഴുതും? 2s2. ഇപ്പൊ ടോട്ടൽ 4 ആയി. ഇനി 2p എത്ര എഴുതണം? റിമൈനിങ് എത്രയാ? 7 - 4 3 2p3. ഐഡിയ മനസ്സിലായി? ഇനി ഇതൊരു ബോക്സിൽ വരക്കുമ്പോ എങ്ങനെ വരക്കും ഉണ്ടോ? ഇലക്ട്രോൺസ് വരച്ചു, 2sന്റെ അല്ലെ ഇലക്ട്രോൺസ് നമ്മൾ ഓക്യുപ്പൈ ചെയ്ത് വരച്ചു. 2p3 p ആണ് ആക്ച്വലി. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഉണ്ട്. 3 എടുക്കുമ്പോ എനിക്ക് ഇങ്ങനെ കൊടുത്തുകൂടെ? ഇങ്ങനെ. ഇതെന്താണ്? റോങ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഫസ്റ്റ് എന്തായിരിക്കും? സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം അല്ലെ. 1 1 വെച്ച് സിംഗിൾ ആയിട്ട് ഓക്യുപ്പൈ ചെയ്യണം. ഉണ്ടോ? ഫസ്റ്റ് എങ്ങനെ കൊടുക്കണം? 1 1 1 കേട്ടോ, ഓർത്ത് നോക്കാം. സിംഗിൾ ഓക്യുപ്പൈ. എന്റെ ഒരു 3 സ്വീറ്റ്സ് മിഠായി ഉണ്ട്. നിങ്ങൾ 3 പേരുണ്ട്. ഇമാജിൻ ചെയ്യാം. എന്റെ എത്ര മിഠായി ഉണ്ട്? 3 പേര്. തനിക്ക് മാക്സിമം 2 മിഠായി കഴിക്കും. അതാണ് തന്റെ ഒരു കണക്ക് മാക്സിമം. അങ്ങനെയാണ് റൂൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ബോക്സിൽ 2 എണ്ണമാണ് ആക്ച്വലി വരുന്ന സമയത്ത്. തനിക്ക് 2 എണ്ണം തന്ന് അയാൾക്ക് ഒരെണ്ണം കൊടുത്താൽ മറ്റേ ആൾക്ക് വിഷമാവൂലേ? ഇല്ലേ? ഇല്ലേ? അത് തന്നെ കൊടുക്കണം. അപ്പൊ ആദ്യം എന്താ ചെയ്യാ? നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ചെറിയ കുട്ടികളുടെ അടുത്ത് അങ്ങനെ ചെയ്തു നോക്കുക, അപ്പൊ തന്നെ തരും കേട്ടോ, ഓർത്ത് നോക്കുക. ചെറിയ കുഞ്ഞ് കുട്ടികളാണെങ്കിൽ അല്ലെ, ഒരാൾക്ക് കൊടുത്തു അല്ലെ, രണ്ടാമത് ഒരാൾക്ക് കൊടുത്ത് മറ്റേ ആളപ്പോ വയലുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണം കൊടുക്കും, ഒരെണ്ണം കൊടുക്കും, ഒരെണ്ണം കൊടുക്കും. അത് സാറ്റിസ്ഫൈഡ് ആയി. ഇനിയും കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത കൊടുക്കും അല്ലെ. അങ്ങനെ 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 കൊടുത്തു പോകണം. അപ്പോ 3 ബോക്സസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓരോ ബോക്സസിലും 1 ഇലക്ട്രോൺസ് വെച്ച് കൊടുക്കണം. എന്നിട്ട് മാത്രം പെയർ ആവും. ഓക്കെ, അതാണ് റൂൾ. ഹാൻസ് റൂൾ എന്താ പറയുന്നത്? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. പെയർ ചെയ്യോ? ഇല്ല. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഞാന് ഓർബിറ്റൽ. ഏതൊക്കെ ഓർബിറ്റൽസ് ആയിരുന്നു ആക്ച്വലി? എസ് ഉണ്ടോ? ഇല്ല, ഒരു ബോക്സ് ഉള്ളൂ. പി ഡി എഫ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? അത് ഈച്ച് അണ്ടർലൈൻ ചെയ്ത് കണ്ടോ? ഈച്ച് ഇലക്ട്രോൺ ആണോ? ഓർത്ത് നോക്കുക. ഈച്ച് ഇലക്ട്രോൺ അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ ഈ വലിയ സ്റ്റേറ്റ്മെന്റ് ഒറ്റ വേർഡിൽ ഞാൻ പറയുമ്പോൾ 2 വേർഡിലേക്ക് ആക്കും. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ, ഫസ്റ്റ് സിംഗിളി ഓക്യുപ്പൈഡ് ആൻഡ് ദെൻ പെയറിംഗ് അല്ലെ. ഫസ്റ്റ് എന്തായിരിക്കണം? സിംഗിളി ഓക്യുപ്പൈഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് പെയറിംഗ്. ഫസ്റ്റ് സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം, എന്നിട്ട് പെയർ ചെയ്യണം കേട്ടോ. അതാണ് സ്റ്റേറ്റ്മെന്റ് മീനിങ്. പെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നൈട്രജൻ കഴിഞ്ഞ ഓക്സിജൻ ആണ്. ഓക്സിജൻ 8 ആണ്. 1s2 2s2 2p4. ലാസ്റ്റത്തെ മാത്രം പറയണുള്ളൂ. സെയിം ആയിരിക്കൂല്ലേ? 2p4. എങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യാം? നിങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞേ. 1 2 3 ഉണ്ടോ? അത് കഴിഞ്ഞ് 4th ഇലക്ട്രോൺ എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? സിംഗിൾ ഓക്യുപ്പൈഡ് ആം, എന്നിട്ടേ എന്ത് ചെയ്യാവൂ? പെയർ ചെയ്യാവൂ. ഇതാണ് റൂൾ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത് എഴുതി വെക്കുക. 2 എക്സാമ്പിൾസ് എഴുതി വെക്കുക.
നെക്സ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത അപ്പ പ്രിൻസിപ്പിളിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിപ്പിച്ചു എല്ലാവരോടും അല്ലെ ഓൾമോസ്റ്റ്. അപ്പോൾ അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫില്ല് ചെയ്യണം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അടുത്ത ഹെഡിങ് ഒന്ന് എഴുതി വെക്കുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. നെക്സ്റ്റ് ഹെഡിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. Electronic configuration of atom. Electronic configuration നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന ആ ഇതിലല്ലേ 1:2 മുതൽ 3D10 വരെ എത്ര ഉണ്ടാവും? 30. അപ്പൊ 30 വരെയുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരുന്നത്. അത് കറക്റ്റ് ആവണം. അത് കഴിഞ്ഞിട്ടും പിന്നെ നോക്കാനായിട്ട് ഒരു ട്രിക്ക് ഒക്കെ പറഞ്ഞു അല്ലെ, DPS, TPS, ഫെയിൽ DPS എന്നൊക്കെ പറഞ്ഞ ഒരു ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. അല്ലെങ്കിൽ നിങ്ങൾ അത് വരക്കേണ്ടി വരും. അപ്പൊ പ്രിൻസിപ്പിൾ കേട്ടോ, ഓർത്ത് നോക്കാം. അത് മുഴുവൻ വരച്ചിട്ട് അപ്പൊ ഓരോ ക്വസ്റ്റിന് വേണ്ടിയിട്ട് വരക്കാന്ന് പറയുന്നത് അത്ര പോസിബിലിറ്റി അല്ലേ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതിനുവേണ്ടി അത് മുഴുവൻ വരച്ച് എന്നിട്ട് ആ 1 വേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അത്ര കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിന്റെയും എക്സാമ്പിളായിട്ട് വരുന്ന ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞു വേഗം പോകാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പൊട്ടാസ്യം ആറ്റമിക് നമ്പർ 30 വരെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊട്ടാസ്യം എത്രയാ ആറ്റമിക് നമ്പർ? 19 കേട്ടോ, ഓർത്ത് നോക്കാം. 17 ആരാ? ക്ലോറിൻ കേട്ടോ, നന്നായിട്ട് അറിയണം കേട്ടോ. 10th പോയി 11th അത് അറിയില്ലെങ്കിൽ, അത് ബാലൻസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ആക്ച്വലി പറഞ്ഞു പറയേണ്ടതാണ്, മറന്നൊക്കെ പോകും കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തരുതാ, എന്നാൽ പോലും കുറച്ച് മറന്നു പോകും. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. പൊട്ടാസ്യം 19 ആണ്. അപ്പോൾ ഈ 19 വരെ ഫില്ല് ചെയ്തേ. എന്നാ എങ്ങനെ പഠിച്ചേക്കുന്നത്? 1s2, 2s2, 2p6, 3s2, 3p6 അങ്ങനെ എത്തി അവിടെ വരെ എത്തുമ്പോൾ കേട്ടോ. ഇൻഡിവിജ്വൽ ചെക്ക് ചെയ്യും. ഓൺലൈനിൽ ഇരിക്കുന്ന ആളും പറഞ്ഞു തന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. എഴുതി നോക്കുക കേട്ടോ. 19 വരെ വേഗം എഴുതി നോക്കിയേ. 1s2, 2s2 എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന അറിയില്ല. അപ്പൊ ഇൻഡിവിജ്വലി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കും, അടുത്തൊന്ന് നോക്കും കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത്രയും കോമന്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ആൾക്കാരൊക്കെ വേഗം നോക്കാം. CO കോബാൾട്ട്, SC സ്കാൻഡിയം കേട്ടോ, C കാർബൺ, B ബോറോൺ, സിലിക്കൺ, SI. ആറ്റമിക് നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, ആ ഫോർമാറ്റിലേക്ക് എഴുതാൻ. ഇപ്പൊ 30 വരെയുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ 30ക്ക് മുകളിൽ വേണമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ ബ്രോമിൻ 35. കണ്ടോ, ഓൺലൈനിൽ നിന്നാണ് ഫസ്റ്റ് പറയാന്ന് പറഞ്ഞേക്കുന്നത്. പൊട്ടാസ്യം 19 വേഗം പറഞ്ഞു, ഐക്കോൺ ആക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ആ പറഞ്ഞു. 1s2 ആ ആ അല്ല, ഇങ്ങനെ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ 1s2 2s2 അങ്ങനെ. ലാസ്റ്റ് ക്ലാസ്സിലെ അഫ്വ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചപ്പോ ഉണ്ടായിരുന്നു മോൻ? അഫ്വ പ്രിൻസിപ്പിൾ ലാസ്റ്റ് ക്ലാസ്സിലെ ഇത് എഴുതിയത് ഓർമ്മയുണ്ടോ? 1s2, 2s2, 2p6,
3s2 3p6 4s2 3d10. അത് കഴിഞ്ഞിട്ട് ഒരു DPS ഫെയിൽ DPS. ഇത് കിട്ടണം, കാണാതെ കിട്ടണം, എന്നാൽ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് നോക്കാം. ഇതില് ഇത് കണ്ടോ, ഇവിടെ മോളിൽ കൊടുക്കുന്നതാണ് ഫില്ലിങ് കണ്ടോ. അത് നോക്കാം. അപ്പൊ ഇത് എത്ര? 2 + 2 4, 4 + 6 10, 10 + 2 12. ഇനി 19 ആവണമെങ്കിൽ 3p എത്രയായിരിക്കും എന്ന് പറ. 3p എത്ര വരും? ഇതിങ്ങനെ ഫില്ല് ചെയ്ത് പോയിട്ട് 19 വരെ എത്തിക്കണം. അതാണ് ഗെയിം. അങ്ങനെ ആലോചിക്കാം. ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p5. സോറി, ഇത് 3p6 ആകുമ്പോൾ 20 ആയി, 18 ആയി. 4s1 ഓർത്തോ. 4s1 19 കിട്ടിയോ? അടുത്ത ഇവിടെ പറഞ്ഞു ചെയ്തു. എവിടെ എത്ര ലാസ്റ്റ് കിട്ടിയത് പറ? 3d7. എല്ലാവർക്കും കിട്ടിയോ? ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്തായിരിക്കും ഇവിടെ നോക്കി ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോ 2 + 2 4, 4 + 6 10. അപ്പൊ ഇവിടെ വരെ 10 ആണെന്ന് മനസ്സിൽ കൊണ്ടുവരാം. Then 10 + 2 12 + 6 18 + 2 20. ഉണ്ട്, ഇവിടെ വരെ 20 ആണ്. ഇനി ബാക്കി എത്രയുണ്ട് 27 ആവാൻ? 3d7. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്കാം. ഓരോരുത്തർ പറയണം കേട്ടോ, ഞാൻ ചോദിച്ചു നോക്കാം. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ വന്ന 4s2 3d10 പകരം 3d7. ഇത് നിങ്ങൾ എഴുതുമ്പോൾ മുഴുവൻ എഴുതണം കേട്ടോ. 1s2 2s2 എഴുതി പഠിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ എഴുതണേ. ഞാൻ ഡോട്ട് ഇട്ട പോലെ നിങ്ങൾ എഴുതരുത്. 1s2 2s2 2p6 3s2 3p6 4s2 3d7. അമൻ ഞാൻ പറഞ്ഞു. അടുത്ത എങ്ങനെയായിരിക്കും? സ്കാൻ ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞാൽ മതി. 3d1 കണ്ടോ? ഓർത്ത് നോക്കാം. സ്കാൻ ചെയ്തെത്തുമ്പോ ഇതിങ്ങനെ എഴുതി 4s2 3d1 കണ്ടോ? ഓർത്ത് നോക്കാം. ഇത് കാണാതെ പഠിച്ചു നോക്കണം. അതാണ് വന്നപ്പോ രീതികളെ കൊണ്ട് പറയിപ്പിച്ചത് കേട്ടോ. ഇവിടെ ഫുൾഫിൽ ചെയ്യണം കേട്ടോ. അടുത്ത ക്രിസ് മോനെ പറഞ്ഞു. കാർബൺ 1s2 2s2 4 ആയി അല്ലെ? 2p2. ഇവിടെ പറഞ്ഞു. നെക്സ്റ്റ് ബോറോൺ. തന്നെ ഇവിടെ പറയാം. സിലിക്കൺ ചെയ്തിട്ട് പറയാം. ക്ലാസ് ഉണ്ടായിരുന്നോ? ഓക്കെ ആണോ? ചെയ്തോ? സിലിക്കൺ റൈറ്റ് ആണ് കേട്ടോ. അടുത്ത വിളിച്ചു. റൈറ്റ്. അടുത്ത ബ്രോമിൻ ചെയ്തോ? 3d10 കഴിഞ്ഞാൽ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? DPS. അതെ, റൈറ്റ് ആണ്. അവിടെ കിട്ടും. 3d10 കഴിഞ്ഞിട്ട് 4d ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഡൽഹി പബ്ലിക് സ്കൂൾ DPS. അവിടെയാണ് DPS. അത് ബോക്സ് എക്സാമിന് എഴുതാം. ബോക്സസ് ആക്കി എക്സാമിന് എഴുതണം കേട്ടോ. ഇപ്പൊ ഞാനിത് ഇങ്ങനെ ലാസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓർത്ത് നോക്കാം. നിങ്ങൾ ഇൻഡിവിജ്വലി ബോക്സ് ആയിട്ട് എഴുതാം. അത് ചില സ്കൂളിൽ അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതണം കേട്ടോ. ഓക്കെ, ബോക്സ് അല്ലേ എഴുതിയേക്കണം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. 4p5 റൈറ്റ് ആണ്. 4p5 ഓക്കെ റൈറ്റ് ആണ്. 4p5 റൈറ്റ് ആണ്.
4p5 അവിടെ ചെയ്തേക്കണം 4p5 റൈറ്റ് ആണ്. കിട്ടിയ ഓൺലൈനില 3D10 വരെ എഴുതിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കാം കേട്ടോ. 3D കഴിഞ്ഞ പിന്നെ എന്തായിരുന്നു ആക്ച്വലി 4p കണ്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്പർ കൂടി കൂടും അല്ലെ, 5s അല്ലെ, ഓർത്ത് നോക്കാം. 4p ഇവിടെ എത്ര വരും, 5 വരെ കേട്ടോ. അപ്പൊ ഇവിടെ എഴുതുമ്പോ എന്താണ് 3D ഏറ്റവും ലാസ്റ്റത്തെ ഇത് റോമൻ എഴുതുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് 3D10 30 ആയി അല്ലെ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞ 4p5 അറിയാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 9 ശേഷം മെസ്സേജ് അയച്ചാൽ മതി. വെക്കണോ ഫുൾ മീറ്റ്? വെക്കണേ വെച്ചുതരാം അല്ലേ, വെക്കണോ? ഗൂഗിൾ മീറ്റ് വെക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, പഠിച്ചോളാം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഇങ്ങനെ പോട്ടെ കേട്ടോ, ഓർത്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. എക്സാമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഒന്ന് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, ഞാൻ റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ. 9 ശേഷം 9 വരെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇല്ല, ഓൺലൈൻ ഉണ്ടാവേ. ശരി, ഓക്കെ. ഓക്കെ അല്ലേ? ഇനി ഓർത്തു വെക്കുക, ഈ പഠിക്കുന്നതില് 2 എക്സെപ്ഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അത് എക്സെപ്ഷന്റെ കാരണം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റി ഇവിടുത്തെ ഒരു ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ്, സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷൻ, സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷൻ, stability of completely filled and half filled subshell. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. the completely അതിന്റെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോട്ടോ. ഫസ്റ്റ് വേണ്ട, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ. ഫസ്റ്റ് പോയിന്റ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ, symmetrical distribution of electron, symmetrical distribution of electron. ഹൈഫൺ അല്ലെങ്കിൽ അതിന്റെ അതൊരു സബ് പോയിന്റ് ആണ്, അതിന്റെ താഴെയായിട്ട് എഴുതി വെക്കാം. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ സബ് ഹെഡിങ് പോലെ എഴുതിയാൽ മതി. അതിന്റെ താഴെ എഴുതി വെച്ചാൽ electron in the same subshell, electrons in the same subshell, electrons in the same subshell have equal energy, have equal energy. Electrons in the same subshell have equal energy but different spatial distribution. Electrons in the same subshell have equal energy but different spatial distribution. Spatial distribution. To stop, therefore, completely filled or half filled subshell therefore completely filled or half filled subshell more stable, more stable, more stable. Next അടുത്ത ലൈനിൽ എക്സ്ചേഞ്ച് എനർജി, സബ് എക്സ്ചേഞ്ച് എനർജി അണ്ടർലൈൻ ചെയ്യാം. എക്സ്ചേഞ്ച് എനർജി, EXCHANGE, exchange energy. The stabilizing effect arises whenever, the stabilizing effect arises whenever the stabilizing effect arises whenever two or more electron
The stabilizing effect arises whenever two or more electron with the same spin are present in the degenerate orbital of a subshell. Degenerate orbital of a subshell. Degenerate orbital of a subshell. The stabilizing effect arises whenever two or more electrons with the same spin are present in the degenerate orbitals of a subshell. എഴുതിയോ? ഇനി ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ രണ്ട് സിറ്റുവേഷൻ ആണ് അവർ പറയുന്നത്. കംപ്ലീറ്റ്ലി ഫിൽ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്റ്റെബിലിറ്റി കൂടും. നമുക്കറിയാം ഹീലിയം ആകെ ഒരു ബോക്സ് ഉള്ളതിൽ 2 ഇലക്ട്രോൺ ഫിൽഡ് ആണ്. അപ്പൊ എന്ത് പറ്റും? സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് അതിന് നോബിൾ ഗ്യാസിൽ ഇട്ടേക്കുന്നത്. നിയോൺ അത്ര ആറ്റമിക് നമ്പർ 10. അപ്പൊ എങ്ങനെ എഴുതും? 1s2 2s2 2p6. അത് ഫുൾ ഫിൽ ആണ്, സ്റ്റേബിൾ ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഫിൽ ആകുമ്പോൾ എന്ത് പറ്റും? സ്റ്റെബിലിറ്റി കൂടും. വൈ എന്ന് ചോദിച്ചാൽ ആ 2 ഹെഡിങ് പറഞ്ഞാൽ മതി. എന്താണ്? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടാ ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഒരെണ്ണം മുകളിലേക്ക് വരണം അല്ലെ? എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ് ആക്ച്വലി ആ ബോക്സിൽ അല്ലെ? പുറത്ത് നോക്കാം. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്ചേഞ്ച് എനർജി എന്ന് പറഞ്ഞാൽ അതിൽ മൂവ്മെന്റ് ആണ് ആക്ച്വലി വരുന്നത്. ഒരേ സ്പിൻ വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് എനർജി ഹൈ ആയിരിക്കും. ഇതാണ് 2ാം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സെപ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ക്രോമിയം ആറ്റമിക് നമ്പർ 24 ആൻഡ് കോപ്പർ. ഈ 2 ആൾക്കാരാണ് നമ്മൾ എക്സെപ്ഷൻ ആയിട്ട് ഇതിൽ പറയാം. അതെങ്ങനെയാന്ന് പറയാം. ക്രോമിയം 24 എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s2 ആകുമ്പോൾ 20 ആയിട്ടുണ്ടാവും. 4s2 ആകുമ്പോൾ എത്രയായി? 20. നെക്സ്റ്റ് 3d എത്രയായിരിക്കും? 3d 4. അപ്പൊ ഇതൊന്ന് വരക്കാം നമുക്ക്. 4s2 ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ ഡിയിൽ എത്ര ഇലക്ട്രോൺസ് വരും? 1 2 3 4. ശരിയല്ലേ? 3d4 ആണ് ക്രോമിയം. 3d4 ശരിയാണ് അല്ലെ? ഓക്കെ. ഇങ്ങനെ എത്ര സമയത്ത് ഈ ക്രോമിയത്തിന്റെ ഇലക്ട്രോൺസ് തിങ്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് പോയാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. സ്റ്റെബിലിറ്റി കൂടും അല്ലെ? ഓർത്ത് നോക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ 3d ഉണ്ട്, 4s ഉണ്ട്. കണ്ടോ? ഓർത്ത് നോക്കാം അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോ 4s2 കഴിഞ്ഞിട്ട് 3d. ഈ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എസ് എന്ന് പറഞ്ഞ പോയാൽ എന്ത് പറ്റും? 4s1 3d5. 4s1 3d5. ഈ ഇലക്ട്രോൺസ് ഇതുപോലെ ഒരേ സ്പിൻ ആക്കിയിട്ട് ഇതിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതുപോലെ എഴുതിയില്ലെങ്കിൽ മാർക്ക് തരൂല. ഇതുപോലെ എഴുതണം. മനസ്സിലാണ്? എക്സെപ്ഷൻ ആണ്. എക്സെപ്ഷൻ എന്തുകൊണ്ടാണ് ജമ്പ് ചെയ്ത് പറഞ്ഞു? എന്തിനു വേണ്ടിയിട്ടത്? എന്തിനു വേണ്ടി? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഓർത്ത് നോക്കാം. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതെന്ത് ചെയ്തേക്കുന്നത് അല്ലെ? അങ്ങനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് അതൊന്ന് ചേഞ്ച് ചെയ്ത് വരേണ്ടത്. അപ്പൊ ഒരേ ഫ്രെയിമിലല്ല. ചെറിയ ഇതേ ഐഡിയ തന്നെ കോപ്പറിന് വരും. കോപ്പറിന്റെ ആറ്റമിക് നമ്പർ 29 ആണ്. അപ്പൊ ഈ 2 നമുക്ക് അടുത്ത ചാപ്റ്ററിലും ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ എത്തുമ്പോ എന്ത് വരും? ഇവിടെ വരെ അല്ലെ? ഇത് 4s1 ഉണ്ടോ? 4s2 3d9 ആകും അല്ലെ? 3d9. അപ്പോ ഈ എസിൽ നിന്ന് 1 ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ എന്ത് വരും? 4s1 3d10. കൺസെപ്റ്റ് മനസ്സിലായോ? ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇത് രണ്ടിനും വരുന്ന ഡിഫറൻസ് ആണ് ഇവര് അല്ലെ? എന്തിനു വേണ്ടി? വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിക്കുമ്പോ സ്റ്റെബിലിറ്റി. ആ സ്റ്റെബിലിറ്റിയുടെ റീസൺ ചോദിക്കുമ്പോൾ ഈ 2 പോയിന്റ് എഴുതണം. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എസിൽ ഇപ്പോ 1 ഇലക്ട്രോൺ ഉള്ളൂ. ഡിയില് അല്ലെ ഓൾറെഡി ഫിൽഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരക്കണം. അല്ലെങ്കിൽ സിംഗിൾ ഓക്യുപ്പൈ ചെയ്തിട്ട് വരക്കാൻ പാടുള്ളൂ.
ഉണ്ടോ നോക്കാം 3d10. ഓക്കെ, വാട്ട് ഇസ് ദ റീസൺ? റീസൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് 1 ഇലക്ട്രോൺ ഇവിടെ പാസ് ചെയ്താൽ എന്താവും? കംപ്ലീറ്റ്ലി അൺപെയ്ഡ്. സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. കംപ്ലീറ്റ്ലി അൺപെയ്ഡ് ആയ എന്ത് പറ്റും? സ്റ്റെബിലിറ്റി കൂടും. ദെൻ ഇവിടെ എന്തായിരിക്കും? ആക്ച്വലി കംപ്ലീറ്റ്ലി പെയ്ഡ് ആയ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ അവര് ആ എക്സ്ചേഞ്ച് എനർജി എന്ന് പറയുന്നതും അതുപോലെ സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് വെച്ചിട്ട് ഈ ആറ്റത്തിന് അങ്ങനെ സെൽഫ് ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് സ്റ്റേബിൾ ആണ്. ഇല്ലല്ലോ, ഇവിടുന്ന് അപ്പുറത്തേക്ക് ഉണ്ടോ? ഓർത്ത് നോക്കാം. ഒരേ എനർജി ലെവൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ഒരേ എനർജി ലെവൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്. താൻ ഇവിടെ ഇരിക്കുകയാണ്. ആക്ച്വലി തനിക്ക് ഈ ചെയറിന് കയറി നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? കാലുണ്ട് അല്ലെ? ഈ ചെയറിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റും. ഈ ഇതിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു ബെർത്ത് ഉണ്ടെന്ന് കരുതാം. അതിന്റെ മുകളിലേക്ക് പറ്റുമോ? ഇല്ല. വാട്ട് ഇസ് ദ റീസൺ? എനർജി ലെവല് ഡിഫറെന്റ് ആണ് അല്ലെ? ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് ഈ എസിനും ഡിയിലും തമ്മിൽ എനർജി ലെവൽ നിങ്ങളുടെ ഈ ചെയറിന്റെ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ എന്റെ എനർജി ലെവൽ കുറഞ്ഞു. ഫിസിക്സിൽ പഠിച്ചല്ലേ, ഹൈറ്റ് കൂടുന്തോറും എനർജി കൂടും. MgH പഠിച്ചല്ലേ? ഓർക്കണം കേട്ടോ. MgH കേട്ടോ, സിമ്പിൾ അല്ലേ? ഓർത്ത് നോക്കാം. MgH അല്ലെ? അപ്പൊ അതേ ഐഡിയ തന്നെയാണ് ആക്ച്വലി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഓർത്ത് നോക്കാം, ഇവർ തമ്മിൽ എനർജി ഡിഫറൻസിൽ ഇതാവുമ്പോൾ ചെറുതായ രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉണ്ടോ? ഓർത്ത് നിയർ ബൈ എനർജി ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് രണ്ടും വരച്ചു കേട്ടോ. ബാക്കിയെല്ലാം ഒരേപോലെ ആയിരിക്കും. ഇത് എഴുതുമ്പോൾ നിങ്ങൾ മുഴുവൻ എഴുതാം. നിങ്ങൾ എഴുതുമ്പോൾ ഇടന്നോട്ട് എഴുതണം കേട്ടോ. 1:2 ഇങ്ങനെ എഴുതി ഉടൻ വരിക. ലാസ്റ്റത്തെ ഈ ബോക്സ് ലാസ്റ്റത്തെ 2 വരക്കാം കേട്ടോ. ഓക്കെ, ഇവർക്ക് 2 പേർക്ക് മാത്രമേ ചാടുള്ളൂ, വേറെ ആർക്കും ചാടില്ല. ഇവർക്ക് 2 പേർക്കും മാത്രം ഓൺലി. അതുകൊണ്ടാ പറഞ്ഞു കേട്ടോ. ഫുൾ പീരിയോഡിക് ടേബിൾ അല്ല, ഇവരുടെ ഫാമിലി ഇതുപോലെ കാണിക്കും. ക്രോമിയത്തിന്റെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട് കേട്ടോ. ഓർത്തോ, ഐസോട്ടോപ്പ് അല്ല, അവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്. അടുത്ത ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. എഴുതണം കേട്ടോ. 2 പറഞ്ഞു. എന്ത് പറ്റി? ഓൺലൈനിന്റെ ആണോ? ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതില് പുറത്തു നോക്കുക. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. എഴുതിയില്ലേ ആ സ്റ്റേറ്റ്മെന്റ്? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ച് എനർജിയും അത് എഴുതിയില്ലേ? ഓക്കെ, അപ്പൊ അവിടെ പറയുന്നത് ഈ ഔട്ടർ മോസ്റ്റലില് ഇത് കണ്ടോ, ഒരേ ഇലക്ട്രോൺസ് കണ്ടോ, എല്ലാം ഹാഫിലാണ്. ആ ബോക്സ് മുഴുവനും ഹാഫിൽ. അങ്ങനെ വന്നാൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടുന്ന് എസ്സിൽ ഓൾറെഡി 2 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും കണ്ടോ. ഈ ബ്ലാക്ക് ജമ്പ് ചെയ്ത് കണ്ടോ, അതുകൊണ്ടാണ് ആ കളർ മാറ്റി വെച്ചത്. എന്തുകൊണ്ടാണ് ആക്ച്വലി? വാട്ട് ഇസ് റീസൺ? സ്റ്റെബിലിറ്റി. അപ്പൊ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എസ്സിൽ നിന്ന് 1 ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്തു. അതുകൊണ്ട് ക്രോമിയം എക്സെപ്ഷൻ ആണ്. ശരിക്കും എസ് ഫിൽ ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ, പക്ഷെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മൂവ് ചെയ്തു. അതുപോലെ ഇവിടെയും കോപ്പറിന്റെ കേസസിലും എസ്സിൽ നിന്ന് 1 ഇലക്ട്രോൺ ഇത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ജമ്പ് ചെയ്യും കേട്ടോ. ഓർത്ത് വെക്കാം. അതാണ് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതിയത് കേട്ടോ. ഓക്കെ ആണോ കേട്ടോ? അപ്പൊ വാട്ട് ഇസ് ദ റീസൺ? എന്തായിരുന്നു? സ്റ്റെബിലിറ്റി. ഇത് കംപ്ലീറ്റ് എഴുതണം കേട്ടോ. 1:2, 2:2, 2p6, 3s2, 3p6, അത് കഴിഞ്ഞിട്ട് 4s2, 3d10. അവിടെ വരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം.
ഗ്രൂപ്പിൽ നമ്മൾ 11th ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ? കെമിസ്ട്രിയുടെ ഇല്ല, ഇട്ടേക്കാം എന്നാൽ കേട്ടോ, ഓർത്ത് വെക്കാം. എന്നാൽ വേറെ ഇതിലായിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കാം, ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസുകൾ ഇടും. അപ്പോൾ അതിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അല്ല, നിങ്ങളുടെ ടീച്ചേഴ്സ് സ്കൂളിൽ പറഞ്ഞേക്കുന്ന ടോപ്പിക്സിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ചെയ്യാൻ നോക്കാം. കാരണം ചില ഏരിയാസ് വൈഡായിട്ടും പണ്ടത്തെ പോർഷനിൽ നിന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത് വേണ്ട, അല്ലാതെ നിങ്ങളുടെ ടീച്ചേഴ്സ് റിലേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് ഓർമ്മയുണ്ടോ? KLMN ഷെൽസിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. SC=2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? അതെടുത്ത സമയത്ത് ആ ടോപ്പിക്ക്. അങ്ങനെയാണ് ടോപ്പിക്സ് വെച്ചിട്ട് പഠിക്കേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നമ്മളിനി പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്സ് വെച്ചിട്ട് കറക്റ്റ് ഓർഡറിലൊന്ന് പഠിച്ചു പോയേക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇതിൽ എടുക്കട്ടോ, ബുക്ക് എടുക്കട്ടോ. ബുക്ക് എടുത്തേ, കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നോ കേട്ടോ. ഇനിയുള്ള ക്ലാസ്സുകളിൽ കാരണം നമ്മൾ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അങ്ങനെ പോകണം. അത് കഴിഞ്ഞിട്ട് ഇത് ഇൻഡിവിജ്വലി നിങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കണം. എന്തെങ്കിലും മാത്രമാണതാവുള്ളൂ. അത് കഴിഞ്ഞ് ചെറിയ എക്സാംസുകൾ അല്ലേ, ഓർത്തോക്ക് 2 ചാപ്റ്റേഴ്സിൻ്റെ എക്സാം നമുക്കൊന്ന് കണ്ടക്ട് ചെയ്യണം. അങ്ങനെയുള്ളതാണ്. ഇതിൽ ഓർത്തോക്ക് ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം ആണെന്ന് തോന്നേണ്ട ആവശ്യമില്ല. ഇതിൽ ബാക്കിലേക്ക് എത്തുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ കണ്ടാൽ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ആൻസർ കീ ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെയായിരിക്കും അത്? നല്ല ലെങ്തിയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ എല്ലാ ടൈപ്പും ഇതിൽ ഓൾറെഡി ഇൻവോൾവ് ആണ് ആക്ച്വലി വരുന്ന സമയത്ത് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ അസെഷൻ ഡേയ്സ്. അപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടില്ലേ? അതിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? നോട്ടുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. നോട്ടുണ്ട്. പക്ഷെ എല്ലാ നോട്ടും കൂടി വലിച്ചു വാരരുത് കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്തേക്കുന്ന എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആണ്. ഇതിൽ വരുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ഇടും, മനസ്സിലായി? അപ്പോൾ സ്കൂളിൽ വേറെ ഇടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കഥ മാറും. 10th അല്ല, എന്താണ് 11th ആണ്. അങ്ങനെ പോകും കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇതല്ല, നിങ്ങൾ അജിത്തിൻ്റെ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും, ഓസ്വാൾ വാങ്ങിച്ചാൽ വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അങ്ങനെ മാറും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് മാറരുത്. ഒരേ കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരേ വാല്യൂവിനെ തന്നെ ചെറിയ വ്യത്യാസപ്പെടുത്തിയൊക്കെ എഴുതും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കണ്ട. പരമാവധി ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊന്നും ചോദിക്കത്തില്ല. ഇത് ആ രീതിയല്ല. 11th ആണ് മോനെ. ഡയറക്റ്റായിട്ട് ആ ലോസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള രീതി ഉണ്ടാവില്ല. പകരം അതിൻ്റെ അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയോ? അതിൽ റൈറ്റ് ലോ അങ്ങനെ പറഞ്ഞ സാധനം ഉണ്ടോ? അപ്പോൾ ഓർത്ത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് പോലും ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആക്ച്വലി അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് കൂടുതൽ വരിക കേട്ടോ. ഓക്കെ, അതുകൊണ്ട് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ടന്റൊക്കെ അതുപോലെ തന്നെയാണ്. ഹൺസ് റൂൾ, പോളിസ് എക്സ്ക്ലൂഷൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള വരും. അത് എന്താണ് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചിരിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈസ് ഓൾറെഡി തന്നേക്കാണ് 6.63 into 10⁻⁻34 joule. The speed of light is 3 into 10⁻17. Which value is the closest to the wavelength of a quantum of the light within frequency 6 into 10⁻15 s⁻⁻1? ഏതായിരിക്കും ഇക്വേഷൻ എനിക്ക് വേണ്ടത്? അതാണ് പഠിക്കണം. 6.626 into 10⁻34 കേട്ടോ. വാല്യൂ കാണാതെ പഠിച്ചു നോക്കണം. എനിവേ ഇത് ഏത് ഇക്വേഷനാണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്, സി തന്നു, എച്ച് തന്നു, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡയ്ക്ക് എച്ച് ആവശ്യമുണ്ടോ? അപ്പം എന്തായിരിക്കും? ക്വാണ്ടം ലൈറ്റ് ഓഫ് ദ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അവിടെ എഴുതി കേട്ടോ. ആദ്യം പറഞ്ഞ എന്തായാലും ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ അല്ലേ? ന്യൂവും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് അവർ വെറുതെ തന്നേക്കുന്നതായിരിക്കും അല്ലേ? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് 3 into 10⁻². ഈ തന്നിട്ടില്ലല്ലോ, ഫ്രീക്വൻസി അല്ലേ തന്നേക്കുന്നത്. ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ തന്നെ കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ എച്ച് വെറുതെ തന്നേക്കുന്നതാണ് കണ്ടോ, ഓർത്ത് നോക്കാം. വന്ന് കളക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യണം കേട്ടോ. എൻ്റെ മിസ്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് ടൈം പറഞ്ഞിട്ട് വന്ന് കളക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പേരെഴുതി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ.
അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ തന്നെയാണ് ആക്ച്വലി വരുന്ന സമയത്ത്. ന്യൂ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക കറക്റ്റ് ആയിട്ട്. അപ്പോൾ ആ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി? വെറുതെ തന്നേക്കുന്ന കേട്ടോ, പറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്ന കേട്ടോ. അപ്പോൾ നല്ല ക്വസ്റ്റൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ. ഒന്ന് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്നൊക്കെ പറയുന്നത്, അപ്പോൾ മാസോ വെലോസിറ്റി ഒക്കെ തരാം, അപ്പോൾ എം അങ്ങനെയൊക്കെ തന്നിട്ട് ആ ക്വസ്റ്റിന് വരാം. അല്ലെങ്കിൽ ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. അപ്പോൾ ഇതിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡയാണ് ആക്ച്വലി തന്നേക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെ നോക്കി പോവാം കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുക, ഒബ്സർവ് ചെയ്യാം. ആ ക്വസ്റ്റൻ ഒബ്സർവ് ചെയ്തിട്ട് അത് കിട്ടുന്നുണ്ടോ അതോ ഓണോ, ഇറങ്ങി. ദ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്, ബുക്കുള്ള ആൾക്കാർ വായിച്ചു. ക്രിസ് ഉണ്ടോ? വായിച്ചു, അവിടെ നിന്ന് വായിച്ചു. ഇല്ല, ഉണ്ടോ? എത്ര പേർക്ക് ബുക്ക് ഉണ്ടെന്നൊക്കെ ഹാൻഡ് റൈസ് ചെയ്തു? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ കേട്ടോ. കാരണം ഈ ബുക്ക് ഇതിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടിക്ക് ചെയ്ത് പോകാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിവിഷനാണ് ആക്ച്വലി, വേറെ ഒന്നുമില്ല, റിവിഷനാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ് ആവാൻ നിൽക്കണ്ട, നാളെ എന്താ, ഏത് ഡേയാ? സൺഡേ അല്ലേ, ഓർത്ത് നോക്കാം. സൺഡേ പഠിച്ച് തീർക്കണം, ഇതിൽ ടിക്ക് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, എല്ലാവരോടും പറഞ്ഞു, ഇവിടെ കേൾക്കുന്നുണ്ടോ? സൺഡേ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്ത് പഠിച്ചത് കേട്ടോ, ഓർത്ത് നോക്കുക. ഓരോന്നായിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾ ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് പഠിക്കേണ്ട, ഒരു ഇൻഡു ഇട്ട് വെക്കാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ബാക്കിലുണ്ട്, വിത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ എന്തോ എഴുതാൻ്റെ ബുക്ക് തുറന്നു നോക്കിയിട്ടില്ലേ? ഇത് ഓരോന്ന് കഴിയുമ്പോഴും അതിൻ്റെ അത് കണ്ടോ, ബാക്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിലാണ് എക്സ്പ്ലനേഷൻ. അങ്ങനെ വെക്കാൻ കാരണം എന്താ കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ചെക്ക് ചെയ്യില്ല. ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഇപ്പോൾ 10th വരെയുള്ള ബുക്കുകൾ നിങ്ങൾ നോക്കി അറിയാം. ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ്, കാരണം അധികം ഇല്ല. എന്നിട്ട് തന്നെ പ്രശ്നമാണ്, കാരണം പല കുട്ടികളും അത് കേൾക്കുമ്പോൾ തന്നെ ഇത് എന്തൊരു സിമ്പിൾ, കാൽസ്യം ഫോസ്ഫേറ്റ്, ഓക്കെ കാൽസ്യം ഫോസ്ഫേറ്റ് ക്രിസ്റ്റലൈൻ, അത് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ കാൽസ്യം സൾഫേറ്റ് ആവും, പിന്നെ ഫോസ്ഫറസ് ആവും, അങ്ങനെ മാറിപ്പോകും. ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേർഡ് മാറിക്കഴിഞ്ഞാൽ മാറും കെമിസ്ട്രിയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആയിട്ട് വേഗം നോക്കിയാൽ പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞ് ക്രോസ് ചെക്ക് ചെയ്യണം. 3 ടിക്സ് വേണം ആക്ച്വലി. ഫസ്റ്റ് ടിക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു, എനിക്കത് മനസ്സിലായ കൺസെപ്റ്റ് ഓക്കെ. ആ വായിച്ച് നോക്കുന്ന സമയത്ത് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഇൻഡു ഇടാം, എന്നിട്ട് അത് ചോദിക്കാം കേട്ടോ. പുറത്ത് നോക്കാം. നിങ്ങൾ 11th and 12th 11th 12th ഈ ഇതുപോലെയുള്ള എല്ലാവരും നിങ്ങൾ ഇവിടെ ഇങ്ങനെ വായിച്ചാൽ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ബെറ്റർ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോസ് ചെക്ക് ചെയ്യും. ക്രോസ് ചെക്ക് ചെയ്യുന്നത് എന്തായാലും ചെയ്യും. ഒരു ചാപ്റ്ററിൻ്റെ മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ക്ലിയർ ആയിട്ട്, മിനിമം കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ ആവറേജ് എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റൻ ആണ് ആക്ച്വലി. ദെൻ ഒരു 200 ക്വസ്റ്റൻ ആണെങ്കിൽ അത് ബെസ്റ്റ് ആൻഡ് എക്സലൻ്റ് ആണ്. ഫുൾ മാർക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു ലെവലിലേക്ക് വരും. കാരണം ഒന്നുമില്ല, അത് ആ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 ക്വസ്റ്റിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ ഇരിക്കണ സമയത്ത് ഞാൻ വായിച്ച അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 100% വരും. ഒരു 200 ക്വസ്റ്റിൻ്റെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പല വ്യൂവിലല്ലേ വരുന്നത്. അപ്പോൾ ആ വ്യൂ ഒക്കെ കിട്ടി അത് ക്ലിയർ ആവും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് വീക്കിൽ എക്സാം വരുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഇതിൽ? ക്രിസ് പറഞ്ഞു 27 മൺഡേ തുടങ്ങും. കെമിസ്ട്രി പക്ഷേ വൈകിയല്ലേ? കെമിസ്ട്രി എന്നായിരുന്നു ഡേറ്റ്? ഈ വെനസ്ഡേ തന്നെയാണ്. ഓക്കെ, ഈ 2 ചാപ്റ്റർ അല്ലാതെ വേറെ ചാപ്റ്റർ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നാളെ ഈവനിങ് മറ്റേ ഇതിൽ വയ്ക്കാം, ഗൂഗിൾ മീറ്റിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വയ്ക്കാം. പോയാം, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വയ്ക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. നാളെ ഒരു വൈകിട്ടൊരു 7 ഒക്കെ ആകുമ്പോൾ വെക്കട്ടെ. എക്സാം ആയില്ല, ഇനി ഈ വീക്കിൽ കഴിഞ്ഞിട്ട് എക്സാം ആയില്ലേ? എല്ലാവർക്കും വെക്കാണ്, എല്ലാവർക്കും എക്സാം എന്നല്ല, എല്ലാവർക്കും വെക്കാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. ഫിസിക്സ് ക്ലാസ് ഉണ്ടോ? എപ്പോഴാണ്? മൺഡേ ഫിസിക്സ് ആണോ? ക്രിസ്ത്യനും മൺഡേ ഫിസിക്സ് ആണ്. എന്ത് ചെയ്യും? കെമിസ്ട്രി എന്നാ തന്നെ ഗ്യാപ്പ് ഉണ്ടോ? ഹോളിഡേ ആണ്. ട്യൂസ്ഡേ ഹോളിഡേ ആണെങ്കിൽ ട്യൂസ്ഡേ എനിക്ക് ക്ലാസ്
ഞാൻ എങ്ങനെയെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യാം നോക്കാം. മൺഡേ അപ്പോൾ ഫ്രീ ആയിരിക്കും മൺഡേ ഈവനിങ്? അതല്ല, ഈവനിങ് എന്ന് പറഞ്ഞാൽ രാത്രി. മൺഡേ ഈവനിങ് വെക്കട്ടെ, രാത്രി. അവിടെ വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. അതിലപ്പോൾ എല്ലാവർക്കും വേണ്ടി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു മൺഡേ ഈവനിങ് നമുക്ക് വയ്ക്കാം. ഉണ്ടോ? 9 അല്ലേ? 9 വയ്ക്കാം. ഉണ്ടോ? അവിടെ പറഞ്ഞു അവൻ ഓക്കെ അല്ലേ? 9 ഓക്കെ അല്ലേ? രാത്രി ഗൂഗിൾ മീറ്റ് രാത്രി 9 മണിക്കോ? 9 സ്കൂളിലോ? ദൈവമേ, സൺഡേ അവർക്ക് പറ്റില്ല. അവർക്ക് ഫിസിക്സിന് എക്സാമാണ്. ഫിസിക്സ് പിറ്റേ ദിവസം എക്സാമാണ് അവർക്ക്. ഏത് മിസ്സാ? അപ്പൊ ഉണ്ടാവോ രാത്രി? 9 ആണ്. ഓ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ദിവസം വെക്കും, ബാക്കി ആൾക്കാർക്ക് അത് വെക്കും എന്തായാലും കേട്ടോ. അല്ലെങ്കിൽ ഇവർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് എന്നാ എക്സാം തന്നെ? 27. സമയമുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇത് ഡിസ്കഷൻ തന്നെയായിരിക്കും, റിപ്പീറ്റേഷൻ തന്നെയായിരിക്കും. പക്ഷെ പഠിച്ചിട്ട് തന്നെ ഞാൻ വേറെ ഒന്നുമില്ല, ഇത് പഠിച്ചിട്ട് ഡിസ്കഷൻ ചെയ്യാണ് കേട്ടോ. അല്ലാതെ ഞാൻ ആദ്യമായിട്ട് വരുന്നു, നിങ്ങൾ റേഡിയോ ഇരിക്കണ പോലെ കൊള്ളാം സാർ പറയൂ ക്വസ്റ്റ്യൻ കൊള്ളാം അങ്ങനെ ഇരിക്കാനല്ല ഉദ്ദേശിച്ചേക്കുന്നത്. നിങ്ങളത് പഠിച്ചിട്ട് നമുക്കൊന്ന് ഡൗട്ടൊക്കെ വന്ന് അതൊന്ന് ക്ലിയർ ചെയ്ത്, എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റും. ഇപ്പോൾ ഇയാൾ വന്നിട്ട് സാറേ ഒരു 50-50 ക്വസ്റ്റ്യൻസ് ഞാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട് ചോദിക്കുക. അപ്പോൾ ഞാനത് പറയുന്നു, അത് സാറേ അതിൽ തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ആ രീതിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ആ സെക്ഷൻസിൽ നിങ്ങൾ പറയേണ്ട 3 കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു, എത്ര എണ്ണം വായിച്ചു, ടിക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് ആ ബുക്കിൽ കാണണം. അപ്പോൾ ഫിക്സ് ചെയ്തോട്ടെ. ഇന്ന് രാത്രി പോയിട്ട് നോക്കിയിട്ട് നാളെ രാവിലെ മുതൽ ഫിസിക്സ് പഠിച്ചാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. ഫിസിക്സ് എളുപ്പമാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഇന്ന് പോയിട്ട് കുറച്ച് അല്ലെങ്കിൽ ഫിസിക്സ് എൻ്റെ മാർക്ക് കുറഞ്ഞിട്ട് എൻ്റെ മേത്തോട്ട് വരരുത് കേട്ടോ. ഫിസിക്സ് പഠിച്ച് ആ ഒരു എനർജിയിൽ എക്സാമൊക്കെ എഴുതി, അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇവിടെ ക്ലാസ്സൊക്കെ വന്ന് അത് കഴിഞ്ഞ് 9 ആകുമ്പോൾ നമുക്കൊരു സെക്ഷൻ വയ്ക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ റിവിഷൻ അതായിട്ട് തന്നെ. നിങ്ങൾക്ക് 2 ചാപ്റ്റർ ഉണ്ടോ? 2 ചാപ്റ്റേഴ്സാണ്. ഓർത്ത് നോക്കാം. വേറെ ഡൗട്ടൊക്കെ ഉള്ളത്? ഹാഫ് ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇവിടെയും വരെയല്ലേ ഉള്ളൂ. ഡി ബ്രോളി അല്ലല്ലോ, ഇത് ഐസറിൻ്റെ ക്രിസ് ഡി ബ്രോളി വരെയല്ലേ? അല്ല, കുറച്ച് വരെയല്ലേ ഉള്ളൂ. മറ്റേ ക്വാണ്ടം മെക്കാനിക്സ് ഇല്ല. അപ്പോൾ അവിടെയും വരെയുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. എത്രയുണ്ട് പോർഷൻ? ഫുൾ ചാപ്റ്റർ 2 ചാപ്റ്റർ അല്ലേ? ഓക്കെ. എക്സാം എന്നാ? 25-ന്. ഇവർക്കും എന്തായാലും സമയമുണ്ട്. നിങ്ങൾ ഒരേ കാറ്റഗറിയിൽ വരും കേട്ടോ. ഓർത്ത് നോക്കാം. എന്നാലും വന്നോ കേട്ടോ. ഓർത്ത് നോക്കാം. ടൈം കളയണ്ട, പറ്റുമെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. മിസ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട് ഇൻ്റർനാഷണൽ ഇതിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ അമ്മേൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും കേട്ടോ. ഓ ആണോ? ഒരേ സ്കൂൾ. ഓക്കെ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസുകൾ പെട്ടെന്ന് നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? കുഴപ്പമില്ല, നമ്പേഴ്സ് എഴുതി വെച്ചോ. ടെക്സ്റ്റ് ബുക്കിലെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അതിൻ്റെ പാറ്റേൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പാറ്റേൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? First question 2.1. Calculate the number of electrons which will together weigh 1 gram. Calculate the number of electrons which will together weigh 1 gram. 1 ഗ്രാമിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയേ? അപ്പം എന്ത് ചെയ്യണം? വേഗം പറഞ്ഞു. മോളെ ഇല്ല, പിന്നെ അവകാഡോ നമ്പർ എന്തിനാ കയറി വരുന്നത്? 1 ഗ്രാമിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന്? 1 ഗ്രാമിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന്? എത്രയാ? 9.1 ഇൻറ്റു അത് 1 ഇലക്ട്രോണിൻ്റെ മാസാണ്. അപ്പോൾ 1 ഗ്രാമിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതാണ് ചോദ്യം. ഇൻറ്റു 10⁻⁹. അതെവിടെ നിന്നിട്ട് ഇവിടെ ഓർത്ത് വെക്കാം. ഇവിടെ ഡയറി മിൽക്ക് 1 കിലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം.
ഓക്കെ ആണോ? ഒരു ഡയറി മിൽക്കിന് 50 gram ആണ്. എത്ര നമ്പർ ഉണ്ടാവും? 1000 gram ഇവിടെ ഇരിക്കുന്നുണ്ട്. 1000/50 എത്ര കിട്ടും? 200 ആണോ? 1000/50 20 കിട്ടിയോ? ചോക്ലേറ്റിൻ്റെ കാര്യമൊക്കെ കിട്ടും അല്ലേ? ഓർത്ത് വെക്കാം. ഇതുപോലെ 1 gram ഇലക്ട്രോൺ ഉണ്ട്. 1 gram ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ എത്രയുണ്ട്? 1 gram. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തേ? ടോട്ടൽ മാസ് ഓഫ് ചോക്ലേറ്റ് ഡിവൈഡഡ് ബൈ 1 അല്ലേ? 1 അല്ലേ? 1 മാസ് 1 യൂണിറ്റ് ഓഫ് ചോക്ലേറ്റ്. അതാ ചെയ്തേ. അപ്പോഴാണ് നമ്പർ കിട്ടിയത്. അതുപോലെ എന്ത് ചെയ്യണം? ടോട്ടൽ മാസ് ഓഫ് ഇലക്ട്രോൺ ടോട്ടൽ മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയായിരുന്നു? 1 gram. 1 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കുക. അപ്പോൾ 1 × 10⁻³ കിലോഗ്രാം. ശരിയാണോ? ഓക്കെ. ഇതാണ് ടോട്ടൽ മാസ് ഓഫ് ഇലക്ട്രോൺ. ടോട്ടൽ മാസ് ഓഫ് ഇലക്ട്രോൺ. നെക്സ്റ്റ് മാസ് ഓഫ് 1 ഇലക്ട്രോൺ എത്രയായിരുന്നു? മാസ് ഓഫ് 1 ഇലക്ട്രോൺ അപ്പോൾ മാസ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ പെൻ കണ്ടോ? അതല്ല, ഈ പെൻ. ദെൻ മാസ് ഓഫ് 1 ഇലക്ട്രോൺ എന്തായിരിക്കും? മാസ് ഓഫ് 1 ഇലക്ട്രോൺ എത്ര വന്നു? 9.1 × 10⁻31 കിലോഗ്രാം. Therefore number of electron equal to എടുത്ത് എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ഇലക്ട്രോൺ എഴുതിക്കൂ. ഇതിനു മുമ്പ് എഴുതിച്ചിട്ടുണ്ട്, വീണ്ടും എഴുതിക്കൂ. എന്തായിരിക്കും? ഇത് 1 × 10⁻³ ഡിവൈഡഡ് ബൈ 9.1 × 10⁻31 ഉണ്ടോ? ഓർത്ത് വെക്കാം. 2 കിലോഗ്രാം അല്ലേ? അപ്പോൾ ചെയ്യാം അല്ലേ? ഓക്കെ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് മര്യാദ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായി അല്ലേ? ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞത് എന്തെങ്ങനെയാണ് ചെയ്യണം? 10⁻31 ടോപ്പിലേക്ക് കൊണ്ടുവന്ന എന്തോരും? 10⁻³ × 10⁻31. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യണം? 1 ഡിവൈഡഡ് ബൈ 9.1. ഈ 1 ഇതിന് 2 കൂടി ചെയ്താൽ എത്ര വരും? 28. 10⁻28 ഉണ്ടോ? ഓർത്ത് നോക്കുക. 28. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതൊരു 100 ആക്കാം. 10⁻, അത്രയും നമ്പേഴ്സ് അങ്ങ് കുറച്ചാൽ മതി. 26/9.1. ഇനി നിങ്ങൾ ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കുക. 100 9.1 എത്ര ടൈം പോകും? അത് വേണ്ട, ഇപ്പോൾ ഇതിൽ ചെയ്യാം. ഒറ്റതിൽ എത്ര ടൈം പോകും? 9 10 എത്ര ടൈം പോകും അല്ലേ? ഓർത്ത് നോക്കാം. ഈ ഇതിൽ പോകും അല്ലേ? ഓർത്ത് നോക്കാം. അങ്ങനെ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഒരു 1000 അല്ലെങ്കിൽ ഇത് 91 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വരുമ്പോൾ 10⁻27 ആവും. ഇനി ഇതേ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആക്കും. അങ്ങനെയാണെങ്കിൽ 100ൽ എത്ര ടൈം പോകും? 191 അല്ലേ? ഓർത്ത് നോക്കാം. അത് എത്ര വരും? 9 ആണോ? ഓർത്ത് നോക്കാം. അപ്പോൾ 1 പോയിന്റ് ഒരു 8 0 9 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര വരും. 90ൽ ശരിയാണ്. 90ൽ 91 പോകില്ല. 0 വരും. ഞാൻ 900 ആണ് മനസ്സിലായിക്കൊണ്ടോ. വീണ്ടും ഒരു 0 വരും അല്ലേ? എടുത്തു നോക്കാം. അപ്പോൾ ഇത്രയും വരെ ഇപ്പോൾ ഏകദേശം ഒരു ആവറേജ് കിട്ടി. ഇത് നോക്കി കഴിയുമ്പോൾ ഇതിൽ 8 പോകും ഉണ്ടോ? അപ്പോൾ 1.08 അങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ. എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് പരമാവധി ഡെസിമൽ പോയിന്റ് മാറ്റി സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക, എന്നിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ 1.08 × 10⁻27. 9 പോകുന്നു അല്ലേ? 91 × 9 എന്ന് പറയുമ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ശരിയാ, 9 പോകും കേട്ടോ. ഐഡിയ മനസ്സിലായോ? പെട്ടെന്ന് ചെയ്തു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. എങ്ങനെയായിരിക്കും? 1 mole എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവഗാഡ്രോ നമ്പർ ഇൻറ്റു ചാർജ് എത്രയായിരിക്കും? 1.6 × 10⁻19 അല്ലേ? കൊള്ളും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ 1 mole മാസ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലേ?
മാസ് 9.1 into 10 raised to minus 31 into Avogadro number 6.022 into 10 raised to 23. The next 2.2 പറയുന്നത് calculate the total number of electron present in 1 mole of methane. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യണേ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിൽ 2.2 ആണ് ഇപ്പോൾ ചെയ്യാൻ പോണേ. 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓരോ എല്ലാവരും അല്ല, വെറുതെ ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു പോകുന്നതാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. എങ്ങനെ ചെയ്യും ഒന്ന് പറഞ്ഞേ. 1 mole of methane, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ 1 mole of methane. മീഥേൻ എന്ന് പറയുമ്പോൾ CH4 അല്ലേ? ശരിയാ. 1 is equal to number of electrons by 1 mole of methane ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 methane എന്ന് പറഞ്ഞാൽ എന്താ? 1 methane CH4 containing electron. 1 methane contain electron. എത്ര എണ്ണം വരും? ആദ്യം അതാണ് നോക്കേണ്ടത്. 1 methane, ഒരു മീഥേനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? എത്രയായിരിക്കും? കാർബണും എച്ചും ആണ്. ഒരു കാർബണിൽ എത്ര? കാർബണിന്റെ ആറ്റമിക് നമ്പർ എത്രയാ? 6 കേട്ടോ. ആറ്റമിക് നമ്പർ ഈക്വൽ ടു പ്രോട്ടോൺ നമ്പർ ഈക്വൽ ടു ഇലക്ട്രോൺ നമ്പർ ആണ് അല്ലേ? ഓർത്തോക്ക്, ന്യൂട്രൽ ആറ്റത്തിന് അങ്ങനെ പറയാം. അപ്പോൾ 6 ഇലക്ട്രോൺ ഉണ്ട്. പ്ലസ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ? ഒരു ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ ആണ്. 1 into 4 4. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ വരും? 10 ഇലക്ട്രോൺ. അപ്പോൾ 1 methane containing 10 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 2 methane containing എത്രയായിരിക്കും? 2 into 10 അങ്ങനെയല്ലേ വരാം? 2 into 10. അങ്ങനെയാണെങ്കിൽ therefore 1 mole ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? 1 mole ഇലക്ട്രോൺ. മോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 6.022 into 10 raised to 23 number of CH4 containing electron equal to എന്ത് കൊടുക്കും? 6.022 into 10 raised to 23 into 10. ഓർത്ത് നോക്കാം. അപ്പോൾ എത്ര വരും അത്? 24 ഉണ്ടോ? അത്ര ആൻസർ കേട്ടോ. ഓക്കെ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി വന്നേക്കുന്നത്. അതുപോലെ തന്നെയാണ് ന്യൂട്രോണൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അസ്യൂം ന്യൂട്രോണിൻ്റെ മാസൊക്കെ തന്നിട്ടുണ്ട്. ആക്ച്വലി ഇതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ് ആക്ച്വലി. കാരണം എന്താണ്, ഇതിനു മുമ്പത്തെ ചാപ്റ്ററും ഇതും കൂടി മിക്സ് ചെയ്യുന്നതാണ് ആക്ച്വലി. സ്കൂളിൽ തന്നിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് ചെയ്യണം. ചോദിച്ചു. ഇതാണ് നമ്പർ 6.0. 1 mole ഇലക്ട്രോൺ. 1 mole എനിത്തിങ്. ആറ്റം മോളിക്യൂൾ അതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് മോൾ എന്ന് പറയുന്നത്. ക്രിക്കറ്റിൽ ഞാൻ ചോദിക്കട്ടെ, 1 dozen റൺസ് അടിച്ചു എന്ന് പറയാറുണ്ടോ? പറഞ്ഞുകൂടെ? എന്ത് പറയാറ്? പറയാറുണ്ടോ? 1 dozen എന്ന് പറയാറുണ്ടോ? സെഞ്ചുറി എന്ന് പറയും. സെഞ്ചുറി കേട്ടല്ലേ ക്രിക്കറ്റ്? എന്തുകൊണ്ടാണ് സെഞ്ചുറി എന്ന് പറയുന്നത്? 100 runs എന്ന് പറഞ്ഞാൽ പോരെ. അതുപോലെ നമ്മളുടെ കെമിസ്ട്രിയിൽ മോൾ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൂടുതൽ ആറ്റം അങ്ങനെയുള്ള ചെറിയ മോളിക്യൂളിൻ്റെ നമ്പർ കുറേ വലിയ നമ്പർ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇത്രയും നമ്പർ ഓഫ് എന്തും പറയാം. ആറ്റം പറയാം, മോളിക്യൂൾ എന്ന് പറയാം, ഇലക്ട്രോൺ എന്ന് പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. 6.022 into 10 raised to 23 ഓക്സിജൻ. അത്രേ ഉള്ളൂ. മോൾ ഈക്വൽ ടു ഇല്ല. ഇവിടെ അവർ എന്താ ചോദിച്ചേക്കുന്നത്? നമ്പർ ഓൾറെഡി ആ നമ്പർ തന്നു. 1 mole തന്നു കഴിഞ്ഞു. ഉണ്ടോ? ആ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്താ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ നമ്പർ തന്നാൽ ഇത് നമ്പറാണ് കണ്ടെത്തണ്ടേ. കണ്ടോ? ഓർത്ത് നോക്കാം. ഏട്ടി മനസ്സിലായോ? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അല്ല, അത് CH4ൻ്റെ അല്ലേ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. മറ്റേത് അത് ഇത് എവിടെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അവർ ചോദിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺ തന്നിട്ട് മോൾ ചോദിക്കും. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോൾ ആ ടേബിൾ എങ്ങനെ യൂസ് ചെയ്യണം? മിഡിൽ മോളുണ്ട്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
അങ്ങനെ വെക്കുമ്പോഴാണ് അവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതവർ ഡയറക്റ്റായിട്ട് ചോദിച്ചു, മനസ്സിലായോ? ഡയറക്റ്റായിട്ട് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നത് കേട്ടോ. ഓക്കെ, ചോദിച്ചു. അപ്പോൾ എന്താണ് 1 mole ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് നമ്പർ ഓക്സിജൻ കേട്ടോ. ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ പറയാണ് 1 dozen പെൻ. അതെന്തിനാ ചെയ്തത്? ഈ ഒരു CH4 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 100 CH4 എത്ര ഉണ്ടാവും? 100 into 10. 1 dozen CH4 എത്ര ഉണ്ടാവും? 12 into 10. അത് എഴുതിയില്ലേ? അതുപോലെ 1 mole എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ്? 1 mole എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിൽ ഓർത്ത് നോക്കണം. ഡസൺ എന്ന് പറയുമ്പോൾ 12 വരില്ലേ? ഡസൺ എന്ന് പറയുമ്പോൾ 12 അല്ലേ മൈൻഡിലേക്ക് വരാം. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100. അതുപോലെ മോൾ എന്ന് പറഞ്ഞാൽ എന്ത് നമ്പർ വരണം? 6.0. അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. ആ നമ്പർ തന്നെ വരണം. അല്ല അവഗാഡ്രോ നമ്പർ എന്നുള്ള വേർഡ് കൊടുക്കരുത്. 6.022 into 10⁻23 ഇൻറ്റു ദാറ്റ്. എങ്കിൽ മാത്രമേ കൺസെപ്റ്റ് ആവുള്ളൂ. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്കാം. എന്തിനാണ് അങ്ങനെ പഠിക്കുന്നത്? നമ്മൾ എടുക്കുന്ന ഈ ബുക്കിൽ എത്ര ആറ്റം ഉണ്ട്, അങ്ങനെ അത്ര ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ബെറ്റർ ആയി വരുള്ളൂ. മനസ്സിലായോ? അല്ലേ? ഓർത്ത് നോക്കാം. സയൻസ് എന്തിനു വേണ്ടി കേട്ടോ? നമ്മൾ ബെറ്റർ ലിവിങ് അല്ലേ, ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ള ലെവലിലാണ് ഈ സയൻസിൻ്റെ എല്ലാത്തിൻ്റെയും വരുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റിൽ അത് ആക്യുറേറ്റ് ആവുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ എന്ത് ഓർത്ത് നോക്കണം? മോൾ എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ്? ഈ നമ്പർ മൈൻഡ് സ്പോണ്ടേനിയസ് ആയിട്ട് മൈൻഡിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഓർത്ത് നോക്കാം. എങ്കിലാണ് വരുള്ളൂ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം. 7 mg of 14C. എൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 7 mg of 14C ഉണ്ടോ? ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂട്രോൺ ഇൻ 7 mg of 14C. അസ്യൂമിങ് ദ മാസ് ഓഫ് ന്യൂട്രോൺ ഓൾറെഡി തന്നിട്ടുണ്ട് ആക്ച്വലി. ഉണ്ടോ? ഓർത്ത് നോക്കാം. ടോട്ടൽ മാസ് ഓഫ് 7 milligram ഓഫ് കാർബൺ അല്ലേ 14 ആണ് ആക്ച്വലി കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മില്ലിഗ്രാമിന് ഗ്രാമിലേക്ക് ആക്കണം കേട്ടോ. ഓർത്ത് എന്നിട്ട് മോളിലേക്ക് ആക്കണം. മോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആക്ച്വലി? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓർ ആറ്റമിക് മാസ്. ഇല്ല, ഗ്രാമിലേക്ക്. കേട്ടോ, ഇവിടെ എന്തിനാ കിലോഗ്രാമിലേക്കാക്കി നേരത്തെ ചെയ്തപ്പോൾ? ഇലക്ട്രോണിൻ്റെ മാസ് കിലോഗ്രാമിലാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് വെക്കാം. ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് കിലോഗ്രാമിലേക്ക് ആക്കുന്നത്. ഐഡിയ മനസ്സിലായോ? ഇലക്ട്രോണിൻ്റെ മാസ് എന്തിനാണ് പഠിച്ചേക്കുന്നത്? 9.1 into 10 കിലോഗ്രാമിലാണ്. അപ്പോൾ നമ്മൾ രണ്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേപോലെ ആവണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത mg ആണ്. mgനെ നിലയാക്കണം, ഗ്രാമിലേക്ക് ആക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഗ്രാമിലേക്ക് ആക്കണം. ദെൻ നെക്സ്റ്റ് അപ്പോൾ 7 mg 7 into 10⁻³ ഗ്രാം ഡിവൈഡഡ് ബൈ 14 ചെയ്യുമ്പോൾ മോള് കിട്ടും. മോൾ എത്രയാവിടാം? 1/7/14 അല്ലേ? അപ്പോൾ എന്ത് വരും? 1/2 0.5 into 10⁻³ ആണ് മോൾ ഉണ്ടോ. അത്രയും മോളാണ് ആക്ച്വലി നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക. ദ ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂട്രോൺ എന്നാണ് ആക്ച്വലി ചോദിക്കുന്നത്. അപ്പോൾ മോള് കിട്ടി. മോൾ എന്ന് പറയുമ്പോൾ ആ നമ്പറാണ് അല്ലേ, നമ്പറിൻ്റെ അവഗാഡ്രോ നമ്പർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് അതിൽ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ മാസ് ഒരു ന്യൂട്രോണിൻ്റെ മാസ് എഴുതുന്നു, വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഉണ്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ മാസ് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടും അല്ലേ. ഓക്കെ, ചെയ്യണോ? ഡൗട്ടുണ്ടോ? ഡൗട്ടിലുണ്ടോ? അല്ലെങ്കിൽ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. ന്യൂട്രോണിൻ്റെ മാസ് എത്രയായിരുന്നു? ഇവിടെ തന്നിട്ടുണ്ട് 1.6 into 10⁻⁻27 കേട്ടോ. ഇവിടെയൊക്കെ തന്നേക്കുന്നത് 1.675 into 10⁻⁻27 എന്നൊക്കെയാണ്. അത് റൗണ്ട് ചെയ്ത് 1.6 എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ശരിയാവില്ല. 1.6 എടുത്തോളാനാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും റൗണ്ട് ചെയ്യാനല്ല പറഞ്ഞത്. അപ്പോൾ അവഗാഡ്രോ നമ്പർ 6.022 into അല്ലേ, അതങ്ങനെ ചെയ്യേണ്ടി വരും. ഓർത്ത് നോക്കാം. 1.6 എടുത്ത് ചെറിയ ഫ്രാക്ഷണൽ വ്യത്യാസം വരുള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടില്ല, അതിന് കൊണ്ടുപോയി മാർക്ക് കൊണ്ടുപോയി കളയും. മനസ്സിലായി? നിയർ ബൈ ആൻസേഴ്സ് രണ്ടിനും ഏകദേശം ഫ്രാക്ഷനിൽ ചെറിയ വ്യത്യാസം വരുള്ളൂ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.3 ടെക്സ്റ്റ് ബുക്കിലെ 2.3 ആണ്. ഹൗ മെനി ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആർ പ്രസന്റ് ഇൻ ദ ഫോളോയിങ് ന്യൂക്ലിയസ്? അതൊക്കെ അറിയാവുന്നതല്ലേ? ഹൗ മെനി 2.3 കേട്ടോ. ഒന്ന് എഴുതി വെക്കുക. എല്ലാ ടൈപ്പും ഓരോന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. 2.3 ഒന്ന് എഴുതി വെച്ചേ. ഇതിൽ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ പറയാനാ പറയുന്നത്. വേഗം പറഞ്ഞേ.
ഈ 6 എന്ന് പറയുന്നത് ആറ്റമിക് നമ്പർ ആണ്. 100% എപ്പോഴും ഓൾവേസ് പ്രോട്ടോൺ നമ്പറും ആറ്റമിക് നമ്പറും സെയിം ആയിരിക്കും. ഇനി ഇത് ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ പ്രോട്ടോൺ ഈക്വൽ ടു ഇലക്ട്രോൺ ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ മൈനസോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 6 എന്തിനും കൊടുക്കാം, ഇലക്ട്രോണിനും കൊടുക്കാം. ഓർത്ത് നോക്കാം. ഐഡിയ മനസ്സിലായോ? ക്ലിയർ ആണോ? 13 പ്രോട്ടോൺ 6 ഇലക്ട്രോൺ 6. 13 മാസ് നമ്പർ കേട്ടോ. ഓർത്ത് നോക്കി. താഴെ ഇടുന്നത് ആറ്റമിക് നമ്പർ. ആരെങ്കിലും ചോദിച്ചേക്കണം കേട്ടോ. ന്യൂട്രോണിന് വേണ്ടിയിട്ട് 13 - 6 ഇതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ന്യൂട്രോണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 13 - 6 എത്ര കിട്ടും? 7 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ വരുന്ന ചെയ്യുന്നത്. ഇവിടെ വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, ബാക്കിയൊക്കെ എളുപ്പമുള്ളത് തന്നെയാണ് ആക്ച്വലി. ഇനി ഇതിലില്ലാതെ നിങ്ങൾ ഓർത്ത് നോക്കുക, ഇൻ കേസ് ചാർജ് വന്നാൽ ഇപ്പോൾ CL മൈനസ് ഇങ്ങനെയൊക്കെ ഒരു ചാർജ് തന്നാൽ മാത്രമാണ് വ്യത്യാസം വരിക. എന്ത് വരും? ചാർജ് ഇങ്ങനെ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഇവിടെ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ ഞാൻ പറഞ്ഞ പോലെ ഈ ആറ്റമിക് നമ്പറാണ് 17 ആണ്. ഇനി ഇവിടെ ഒരു മൈനസ് വന്നാൽ പ്ലസ് ചെയ്യണം, അയാൾ പറഞ്ഞ പോലെ കേട്ടോ. ഓർത്ത് നോക്കാം. മൈനസ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഇലക്ട്രോണിൻ്റെ ചാർജ് കൂടും. ഇലക്ട്രോണിൻ്റെ ചാർജ് ആകുമ്പോൾ 18 ഉണ്ടോ. ഓർത്ത് നോക്കാം. ന്യൂട്രോൺ ഒബ്വിയസ്ലി നേരത്തെ പോലെ 35.5 - 17 ഉണ്ടോ. ഓർത്ത് നോക്കാം. പോയിന്റ് വരും. കിട്ടും. എല്ലാത്തിനും പോയിന്റ് ഉണ്ട്. പീരിയോഡിക് ടേബിൾ കണ്ടിട്ടില്ലേ? ഹൈഡ്രജൻ്റെ വാല്യൂ എത്ര? 1.008. നിങ്ങൾ കുഞ്ഞു ക്ലാസ് അല്ല, 11th ആയി. അപ്പോൾ അത് വരും. പോയിന്റ് വരുന്നുണ്ടോ? കുഴപ്പം എന്താ? ഇപ്പോൾ ഒരു കേക്ക് അതിന് ഹാഫ് താൻ കഴിക്കുമോ? കേക്ക് ഹാഫ് കഴിക്കുമോ? അപ്പോൾ 0.5 ആവും. 1/2 അല്ലേ? 0.5 ഓഫ് കേക്ക് കഴിക്കുമോ? അതുപോലെ തന്നെ ന്യൂട്രോൺ കേട്ടോ. വാല്യൂ വരും കേട്ടോ. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഈ രീതിയിൽ കൊണ്ടുവരിക. ഇത് മൈനസ് ഇത് ചെയ്താൽ ഇത് കിട്ടിക്കോളും. ഓക്കെ അല്ലേ മെത്തേഡ്? അപ്പോൾ ഇതൊക്കെ ബേസിക്സ് ആണ്. ഇൻ കേസ് വല്ല 1 വേർഡൊക്കെ ചോദിച്ചു ഇതിലൊക്കെ തെറ്റിപ്പോയ മാർക്ക് പോയാൽ കറക്റ്റ് വരും. അതുകൊണ്ടാണ് ആക്ച്വലി ഈ പറയുന്ന ഏരിയ നോക്കുന്നത്. ഇനി 2.5 മുതൽ ക്വസ്റ്റിൻ്റെ ഒരു രീതിയൊക്കെ മാറി നല്ല ക്വസ്റ്റൻസിലേക്ക് വരികയാണ്. യെല്ലോ ലൈറ്റ് എമിറ്റഡ് ഫ്രം എ സോഡിയം ലാമ്പ് ഹാസ് വേവ് ലെങ്ത് ലാംഡ 580 നാനോമീറ്റർ കേട്ടോ. ക്വസ്റ്റ് നമ്പർ ഒന്ന് എഴുതി വെച്ചേ. ലാംഡ വേഗം എഴുതി വെക്കും. 2.5 വേവ് ലെങ്ത് ലാംഡ 580 നാനോമീറ്റർ വേഗം എഴുതുക കേട്ടോ. 580 നാനോമീറ്റർ full stop. Calculate the frequency and wave number of the yellow light. Calculate the frequency and wave number of yellow light. എങ്ങനെ ചെയ്യും? ആദ്യം ഇക്വേഷൻ എഴുതണം കേട്ടോ. ന്യൂ ഈക്വൽ ടു C/λ ഓർത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയായിരുന്നു വാല്യൂ? 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എല്ലാം തന്നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് വരാം. ഇവിടെ ഓൾറെഡി അവർ ലാംഡ തന്നു കഴിഞ്ഞു അല്ലേ? ലാംഡ എത്ര? 580 നാനോമീറ്റർ. നാനോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 580 × 10⁻⁹ കേട്ടോ. ഓർത്ത് നോക്കാം. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കറക്റ്റായിട്ട് ഓർത്ത് നോക്കാം. 1 PM പൈക്കോമീറ്റർ എത്രയാ? 10⁻⁻12 കേട്ടോ മീറ്റർ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 1 ആങ്സ്ട്രം ഇത്രയും മിനിമം അറിഞ്ഞു നോക്കണം. 10⁻⁻10 മീറ്റർ. ദെൻ 1 നാനോമീറ്റർ 10⁻⁹ മീറ്റർ. ദെൻ 1 മൈക്രോമീറ്റർ, മൈക്രോൺ എന്നൊക്കെ പറയും, 10⁻⁻6 മീറ്റർ. മില്ലിമീറ്റർ ഒക്കെ അറിയാലോ, 10⁻³ അല്ലേ? ഓർത്ത് നോക്കാം. അപ്പോൾ മിനിമം ഇത്രയെങ്കിലും ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഏറ്റവും കൂടുതൽ ആറ്റത്തിന്റെ റേഡിയസും ബാക്കി കാര്യങ്ങളൊക്കെ ഇതുള്ളൂ. മൈക്രോണൊക്കെ ഉപയോഗിക്കുന്ന അറിയാം നിങ്ങൾക്ക്. പ്ലാസ്റ്റിക് ഒക്കെ അറിയാലോ, ഇത്ര മൈക്രോൺ, 5 മൈക്രോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ തിക്നെസ് ഒക്കെ നമ്മൾ എടുത്ത് പറയാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഓർത്ത് നോക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ന്യൂ. അതാണ് ക്വസ്റ്റൻ ആയിട്ട്. ഇനി അടുത്ത എന്താണ്? വേവ് നമ്പർ. വേവ് നമ്പർ എന്തായിരുന്നു? ന്യൂ ബാർ അല്ലേ? ന്യൂ ബാർ ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് 1/λ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. ന്യൂ ബാർ ഈക്വൽ ടു കേട്ടോ. ഇതാണ് വേവ് നമ്പർ കേട്ടോ. ഇത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതി. ഇനി ന്യൂ ബാർ ഈക്വൽ ടു എന്ത് ചെയ്യും?
1 ബൈ അല്ലേ ഇത് വാല്യൂ ഉണ്ട് 580 ഇൻറ്റു 10⁻⁻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 ⁻
മെത്തേഡ് കറക്റ്റ് ആക്കി പറഞ്ഞു. ഇനി ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ചെയ്യണം കറക്റ്റായിട്ട്. Then 2.6 എന്തായിരുന്നു? ഫൈൻഡ് ദ എനർജി ഓഫ് ദി ഫോട്ടോൺ കറസ്പോണ്ട് ടു ദ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി. അവർ ഹേർട്സിൽ തന്നിട്ടുണ്ട് അല്ലേ, ഓർത്ത് നോക്കാം. ഹേർട്സിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഹേർട്സിൽ തന്നെ ആൻസറിലേക്ക് കൊടുത്താൽ മതി ആക്ച്വലി വരുന്ന സമയത്ത്. എനർജിയുടെ ഇക്വേഷൻ എന്താ? ഈക്വൽ ടു എച്ച് ന്യൂ അല്ലേ, ഈക്വൽ ടു എച്ച് ന്യൂ. എച്ചിന്റെ വാല്യൂ എത്രയായിരുന്നു? 10⁻⁻⁻31 ഓർത്ത് നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റനൊക്കെ ആ രീതിയിൽ തന്നെയാണ് ആക്ച്വലി വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുമ്പോൾ ഇതിൽ എന്തുപറ്റി? -34. അത് തന്നെ. 2.11 എടുക്കുക. 2.11 അതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ക്വസ്റ്റൻസിലേക്ക് വരുന്നതാണ് 2.11. വർക്ക് ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? 2.9 ആർക്കെങ്കിലും വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടോ? വർക്ക് ഫംഗ്ഷൻ അതാ ചോദിച്ചത്, പഠിച്ചതാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലാണെന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഇക്വേഷൻ എന്താ? ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞേ. ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. അതിൽ ആ എച്ച് ന്യൂ 0നെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ അത് നേരെ വാല്യൂ തന്നു. ഐഡിയ മനസ്സിലായി? എച്ച് ന്യൂ 0 നേരെ വാല്യൂ തന്നേക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എച്ച് ന്യൂ 0 കേട്ടോ, എച്ച് ന്യൂ 0 ഒരുമിച്ചുള്ള വാല്യൂ ആണ് തന്നേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടത് ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഉണ്ടോ? എനർജിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. കൈനറ്റിക് എനർജി ഓഫ് എമിഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത് കിട്ടും. സ്ട്രൈക്ക് റൈറ്റ്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് തന്നാൽ ന്യൂ കിട്ടില്ലേ? ന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചെയ്തൂടെ അല്ലേ, ഓർത്ത് നോക്കാം. then ഇതിൽ ഒരു നല്ല ക്വസ്റ്റൻ എന്ന് പറയുന്നത് 2.11 എത്തുമ്പോഴാണ്. ഒന്ന് വായിച്ചേ. A 25 watt bulb emit a monochromatic yellow light of wavelength 0.57 micrometer. 0.57 micrometer. Calculate the rate of emission of conda per second. ഈ ലൈറ്റ് കണ്ടോ എത്ര വാട്ടാണെന്നാണ് അവർ പറയണേ. അങ്ങനെ ഇമാജിൻ ചെയ്യും. 25 വാട്ട് ബൾബ്. ഇവിടെ നിന്ന് വരുന്ന വേവിൻ്റെ ലെങ്ത് അവർ പറഞ്ഞു 0.57 മൈക്രോമീറ്റർ ആണ്. എത്ര നമ്പർ ലൈറ്റ് നിങ്ങളുടെ മേത്ത് വരുന്നുണ്ട് അതാണ് കണ്ടെത്തേണ്ടത്. എത്ര നമ്പർ എടുക്കണമെന്ന് ഈ ലൈറ്റ് ഒരു സെക്കൻഡിൽ. വേവ് ലെങ്ത് 0.57 മൈക്രോമീറ്റർ. വാല്യൂസ് ഒന്ന് എഴുതിയേക്കും. 2.11 എത്ര വാട്ടാ പറഞ്ഞ? 25 വാട്ട്. ഇത് എനർജിയാണ് ആക്ച്വലി. എനർജി ജൂൾ പെർ സെക്കൻഡ് പോലെ കൊണ്ടുവരുന്നതാണ് എനർജി. ടോട്ടൽ എനർജിയാണ് 25 വാട്ട് എന്ന് പറയുന്നത്. അവർ തന്നേക്കുന്നത് ബൾബിന്റെ ടോട്ടൽ എനർജി എത്രയാ? 25. ഇനി അവർ തന്നേക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ലാംഡ തന്നിട്ടുണ്ട്. ലാംഡ എത്രയായിരുന്നു? 0. മൈക്രോമീറ്റർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? മൈക്രോ എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കണം? 10⁻⁻6 മീറ്റർ. അപ്പോൾ ലാംഡ നമുക്ക് അവിടെ കിട്ടി. നമ്മൾ കണ്ടെത്തേണ്ടത് ഈക്വൽ ടു നമുക്കറിയാം എന്തായിരുന്നു? ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ ഈക്വൽ ടു എന്ത് കൊടുക്കും? എച്ചിൻ്റെ വാല്യൂ അറിയാമല്ലോ അല്ലേ? 6.626 അല്ലേ? 626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു ന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സി ബൈ ലാംഡ. സി എത്രയായിരുന്നു? 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ എത്രയാണ്? 0.57 ഇൻറ്റു 10⁻⁻6. ഇത്രയും ജൂളാണ് കിട്ടുന്നത്. ഇത് ഇവിടെയും ജൂളാണ് ആക്ച്വലി വരുന്നത്. ഇത് ഒരു വേവിൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്പർ ഓഫ് വേവ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ നമ്പർ ഓഫ് ചോക്ലേറ്റ് കണ്ടെത്തിയ അതേ ഗെയിം, ലോജിക് ഗെയിമാണ്. മനസ്സിലായോ? അല്ല നേരത്തെ കണ്ട ടോട്ടൽ ചോക്ലേറ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ ഒരു ചോക്ലേറ്റിന്റെ നമ്പർ കിട്ടിയില്ലേ? അതുപോലെ ടോട്ടൽ എനർജി എത്രയാണ് ഇതിന്റെ? 25.
ഉണ്ടോ? ഓർത്ത് വെക്കാം. എത്രയാണ് ഈ എനർജി? എന്താ? ആ ബൾബിന്റെ ടോട്ടൽ എനർജിയാണ് എന്ത്? 25. ഉണ്ടോ? ഓർത്ത് വെക്കാം. ബൾബിന്റെ എനർജിയാണ് ടോട്ടലാണ് 25. ഒരു വൺ വേവ് ഇല്ലേ, അവിടെ നിന്ന് വരുന്ന ഒരു വേവ്, ആ വേവിന്റെ എനർജിയാണ് എത്രയും? ഇത് ടോട്ടൽ. ഉണ്ടോ? ഓർത്ത് വെക്കാം. അപ്പൊ ആൻസർ എന്തായിരിക്കും? നമ്പർ ഓഫ് വേവ്സ് ഈക്വൽ ടു, അല്ലേ, നമ്പർ ഓഫ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന റേറ്റ് ഓഫ് എമിഷൻ എന്നാണ് ആക്ച്വലി കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്പർ റേറ്റ് ഓഫ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര വേവ് വരുന്നു കേട്ടോ. അപ്പൊ റേറ്റ് ഓഫ് എമിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ് ഈക്വൽ ടു എന്ത് കൊടുത്തേക്കണം? ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ എന്താണ്? എനർജി ഓഫ് വൺ വേവ് കേട്ടോ. ഒന്ന് എഴുതുക. ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ എനർജി ഓഫ് വൺ വേവ്. ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വേവ്സ് ഈക്വൽ ടു ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് എന്താ? റേറ്റ് ഓഫ് എമിഷൻ. അതിന് പകരം കേട്ടോ ഓർത്ത് വെക്കാം. റേറ്റ് ഓഫ് എമിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു സെക്കൻഡിൽ എത്ര വേവ് വരുന്നു അതിനെയാണ് നമ്പർ ഓഫ് എമിഷൻ കേട്ടോ. അപ്പൊ റേറ്റ് ഓഫ് എമിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കണം? ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ എനർജി ഓഫ് വൺ വേവ് കേട്ടോ. ഓർത്ത് വെക്കാം. then എന്ത് എഴുതും? ഇത് കൊടുത്താൽ പോരെ? 25 ഡിവൈഡ് ബൈ വാല്യൂ അല്ലേ. ഇത് ഇനി എഴുതുമ്പോൾ ഡൗട്ട് ഉണ്ടോ? ഇത് മാത്രം മുകളിലേക്ക് വരും അല്ലേ. അപ്പൊ ഞാൻ നേരെ എഴുതിക്കോട്ടെ. എങ്ങനെ? 0.5. എപ്പോഴും ചെയ്യുമ്പോൾ ഇത് ആൻസർ കണ്ടെത്തിയിട്ട് ഇതിലേക്ക് വരരുത്. നിങ്ങൾ എപ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിർത്തുക. കാരണം നമ്മളുടെ അടുത്ത് നമ്പർ ചോദിച്ചിട്ടുള്ളൂ. ഇതിന്റെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ സമയം കൊണ്ട് കളയണ പോലെ ആൾക്കാർ ഇതാ. അപ്പൊ ഇത് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തിയിട്ട് ലാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതാണ് ബെറ്റർ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ചിലതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. കണ്ട് ഈ 10ന്റെ പവർ ഒക്കെ ഉള്ളത് മുകളിലേക്ക് കൊണ്ടുവരാം അല്ലേ. നോക്കാം. 10⁻34 വന്നു കഴിഞ്ഞാൽ എത്രയാവും? +34 ആകും. ദെൻ 10⁻8 ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈനസ് ആകും അല്ലേ. ഓർത്ത് നോക്കാം. അപ്പോൾ 10⁻6ഉം 10⁻8ഉം അപ്പം എത്രയും? 10⁻14 ആകും. അപ്പോൾ 34 - 14 അപ്പോൾ എത്ര കിട്ടും? 10⁻20 കിട്ടും. ന്യൂമറേറ്ററിൽ 10⁻20. അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 57ലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇതൊരു 25 ആവും. മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഏകദേശം 6.6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. അവിടെയൊക്കെ നിങ്ങൾ ഈ 6.626 എടുക്കുമെന്നൊന്നും വാശിയൊന്നും പിടിക്കണ്ട. ഇത് മനസ്സിലായി? 25 × 50 ഒക്കെ എത്ര വരും? പെട്ടെന്ന് നമുക്ക് ഗസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ 57. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 6.6 വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓർത്തൊക്കെ ചെയ്യുന്ന മെത്തേഡിൽ. ഏതാ മോനെ? ഇവിടെ തന്നെ 10ന്റെ വാല്യൂ എല്ലാം ഇങ്ങനെ ഇപ്പുറത്തോടെ എടുത്തിട്ട് ഇതെല്ലാം മാറ്റി 10 - അത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കേട്ടോ. കുച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓർത്തോ. +20 അല്ലേ കൊടുത്തേക്കുന്നത്? അല്ലേ. +20 കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും പേര് നിൽക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ സൺഡേ അല്ല മൺഡേ അല്ലേ പറഞ്ഞേക്കുന്നത്? മൺഡേ ഓർത്ത് വെക്കാം. ക്രിസ്ത്യൻ ഒന്ന് റിമൈൻഡർ എനിക്ക് അയച്ചിട്ടേക്കണം കേട്ടോ. ഇതുപോലെ പല ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ട് 10th ഒക്കെ. ഒന്ന് റിമൈൻഡ് ഇട്ടേക്കുക. സൺഡേ ആകുമ്പോഴേക്കും പറഞ്ഞേക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് റിവിഷനായിട്ട് തന്നെ വെക്കാം. പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു 9 ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവിടെ നിന്നൊക്കെ ചെന്ന് ഒന്ന് ഫ്രഷാക്കി കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ഒരു 8:45 ഒക്കെ ആകുമ്പോൾ വയ്ക്കാം നമുക്ക്. എന്നിട്ടൊരു 1 hour സെക്ഷനിൽ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നല്ല. മൺഡേ കേട്ടോ. ഓർത്ത് വെക്കാം. രാത്രി ഒരു ചെറിയൊരു ഡിസ്കഷനാക്കി വയ്ക്കുക. അപ്പോൾ എക്സാമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടി തുടങ്ങും. പിന്നെ നിങ്ങൾ ഡൗട്ട് ഉള്ളത് വാട്സാപ്പിലൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ. നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്തെങ്കിലും അറിയില്ലെങ്കിൽ ചോദിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യുക. രണ്ടാമത് മാർക്ക് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്തേ കിട്ടൂ. അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കൺസെപ്റ്റും തമ്മിൽ കേട്ടോ. ഓക്കെ. മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ.